ഒരു ഗുണവുമില്ലാത്ത ഒരൊറ്റ സസ്യങ്ങളും ലോകത്തിലില്ല. ആയുർവേദത്തിന്റെ അടിസ്ഥാനവും അതിന്റെ പുരോഗതിയുമെല്ലാം വിവിധ സസ്യങ്ങളെ ആശ്രയിച്ചാണ്. നാം ധാരാളമായി ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പക്ഷേ മരുന്നിന്റെ ശാസ്ത്രീയ അടിത്തറ തെളിയിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന വിവിധ ചെടികളിൽ നിന്നും ഔഷധങ്ങൾ വേർതിരിച്ചെടുത്ത് അത് വിപണനം ചെയ്യുന്ന ഡോക്ടർ മുഹമ്മദ് മജീദാണ് ഇന്ന് മണി ഐക്കണിൽ. ഇത് ഡോക്ടർ മുഹമ്മദ് മജീദ്. ഒന്നും രണ്ടുമല്ല 162 പേറ്റന്റുകൾ സ്വന്തമായുള്ള വ്യക്തി. ഡോക്ടർ മജീദിനെയും അദ്ദേഹത്തിന്റെ സമി ലാബ്സ് എന്ന സ്ഥാപനത്തെയും ഒരു ചെടിയോട് ഉപമിക്കാം. ചെറുതായി വളർന്ന് ഇപ്പോൾ പടർന്നു പന്തലിച്ചിരിക്കുന്നു ഡോക്ടർ മജീദിന്റെ കണ്ടെത്തലുകളും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും. ചെടികളും കായ്കളും കിഴങ്ങുകളും എല്ലാം തന്നെയാണ് ഈ സംരംഭത്തിന്റെ അടിസ്ഥാനം. ആയുർവേദം എന്നാൽ ആയുസ്സിനെ അറിയൽ. മനുഷ്യന്റെ ജീവനും ജീവിതത്തിനും ഗുണകരമാകുന്ന രീതിയിൽ ആയുർവേദത്തെ എങ്ങനെ ശാസ്ത്രീയമായി മാറ്റിയെടുക്കാമെന്ന ഡോക്ടർ മജീദിന്റെ ചിന്തയാണ് സമി ലാബ്സിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പോഴെനിക്ക് ആകെ ഇന്നത്തെ 162 patents, out of which more than 60% is American patents, then the rest of the world. ഒരു പാറ്റന്റ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമാണ് ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരന്. കാരണം കുടംപുളി അറിയാമല്ലോ, നമ്മൾ മലയാളികൾ ഈ ഫിഷ് കറിക്കകത്ത് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിന് വേറൊരു ഉപയോഗമുണ്ട്. അതിനകത്തൊരു ആസിഡുണ്ട്, ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് എന്ന് പറയും. അത് ആപ്പറ്റൈറ്റ് സപ്രസ് ചെയ്യും. അത് മോഡേൺ എവിഡൻസ് ആണ്. ഇത് 1992-93 ഞാൻ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി അമേരിക്കയിലേക്ക് വിൽക്കുമായിരുന്നു. And it was a big market and I was the only player in town. 4-5 years I monopolized that business, made a lot of money also. Then my competition came from India. Competition came, what I was selling at $40, $40 ഞാൻ വിറ്റുകൊണ്ടിരുന്നത് അവർ $4.5 അവിടെ വിറ്റു. Now you see how your competition comes. They compete you in terms of price. So the only way to guard against such price erosion is patents. Now you must understand one thing. We have നമുക്ക് X ton of Garcinia cambogia ഈ നാട്ടിലുണ്ട്. അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ Y amount of dollars come in. Now if you sell very cheap, you get very little money. Now if you add value and you export, you get better money. Now value addition can only be protected by patents. My business is all about value addition, patents, and I repeat, and market. Value addition, patent, and market it well. എല്ലാവരും അറബ് നാടുകളിലേക്ക് കുടിയേറുന്ന 1970-കളിൽ ഡോക്ടർ മജീദ് പക്ഷേ അമേരിക്കയിലേക്കാണ് പോയത്. ലക്ഷ്യം ഉന്നത പഠനം. ഫാർമസിയിൽ ബിരുദാനന്തര ബിരുദവും ഇൻഡസ്ട്രിയൽ ഫാർമസിയിൽ ഡോക്ടറേറ്റും നേടി. 1988 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ സബിൻസ കോർപ്പറേഷന് തുടക്കമിട്ടു. ഇന്ത്യയിൽ നിന്ന് നാച്ചുറൽ പ്രോഡക്ട്സ് ആരും എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ചൈന ഒത്തിരി സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വെൻ ഐ സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ ഐ റിയലൈസ്ഡ് ഇന്ത്യ ഹാസ് എനോർമസ് റിസോഴ്സസ്. അതിവിടെ ആരും യൂസ് ചെയ്യുന്നുമില്ല, അതൊന്ന് പുറത്തേക്ക് അയക്കുന്നുമില്ല. സോ അതിലേക്ക് ഞാൻ ശ്രദ്ധ തിരിച്ചു, അതേക്കുറിച്ച് പഠിച്ചു. അതേക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ആയുർവേദത്തിൽ ഈ പച്ചമരുന്നുകൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ടെന്നുള്ള മനസ്സിലായത്.
അതുകൂടാതെ തന്നെ ആയുർവേദത്തിൽ കൂടാതുള്ള കുറേ അധികം പച്ചമരുന്നുകളും നമുക്ക് മെഡിസിനലായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് അന്ന് വരെ ഐഡൻറ്റിഫൈ ചെയ്യാത്ത പലതുമുണ്ട്, ഇന്നും ഐഡൻറ്റിഫൈ ചെയ്യാത്ത പലതുമുണ്ട്. അപ്പോൾ അതൊരു പുതിയ മേഖലയായിട്ട് തോന്നി. അതിലേക്ക് ഞാൻ ഇറങ്ങി. അത് ഒന്നിന് പിറകെ ഒന്നായിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. 1991 തിരിച്ച് ഇന്ത്യയിലെത്തിയ ഡോക്ടർ മജീദ് ബംഗളൂരുവിൽ സമി ലാബ്സ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. നാം മീൻകറിയിലും മറ്റും രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന കുടംപുളിയും പിന്നീട് മഞ്ഞളും കുരുമുളകും തുടങ്ങി ഓരോ ചെടികളുടെയും കായ്കളും കിഴങ്ങുകളും അടക്കം ഡോക്ടർ മജീദ് പുതിയ മരുന്നുകൾ വികസിപ്പിച്ചെടുക്കാൻ ഉപയോഗിച്ചു. ടർമറിക്ക്, നമ്മുടെ നാട്ടിലെ ടർമറിക്ക്, ഒറിജിനലി ടർമറിക്കിൻ്റെ പേര് തന്നെ ആലപ്പി ഫിംഗർ ടർമറിക് എന്നായിരുന്നു. സത്യത്തിൽ ഇപ്പോൾ ആലപ്പി അതില്ല, പക്ഷേ ലോകം മുഴുക്കെ അതുണ്ട്. ആ ടർമറിക്ക് അതിലെ കളറിങ് മെറ്റീരിയൽ കാൾഡ് കുർക്കുമിനോയിഡ്സ്, അതൊരു പർട്ടിക്കുലർ റേഷ്യോയിൽ ആണെങ്കിൽ അത് ക്ലിനിക്കലി വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഞാനത് ഐസൊലേറ്റ് ചെയ്തു, ആ കറക്റ്റ് റേഷ്യോ കണ്ടുപിടിച്ചു, പാറ്റൻറ്റ് ചെയ്തു. അത് ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല ആരും. അത് കഴിഞ്ഞ് 20 വർഷം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇന്ത്യ വാസ് ആൾസോ സെല്ലിങ് ദാറ്റ് ഐറ്റം. പക്ഷേ അതൊരു ചീസ് കളറിങ് ഏജൻ്റായിട്ടാണ്. അമേരിക്കയുടെ യെല്ലോ ചീസിനകത്ത് ആ കളറിങ്ങിന് വേണ്ടിയാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഞാനിതിനെ കൊണ്ടുവന്നിട്ട് കുർക്കുമിനോയിഡ്സ് എന്നും പറഞ്ഞ് ആൻറ്റി ഓക്സിഡൻറ്റ് ഫൈറ്റോന്യൂട്രിയൻ എന്നൊരു പേരും കൊടുത്തു. ടോൾഡ് ദ അമേരിക്കൻസ്, യു ടേക്ക് 1 or 2 tablets every day. It's good for your health. Now, that idea caught on. And today, it is the #1 nutraceutical in America. ലേറെ പേരാണ് ഓർഗാനിക് കെമിസ്ട്രി, ബയോകെമിസ്ട്രി, പ്ലാന്റ് ബയോടെക്നോളജി എന്നീ മേഖലകളിൽ ഡോക്ടർ മജീദിനൊപ്പം പ്രവർത്തിക്കുന്നത്. ഇതോടൊപ്പം കോസ്മെറ്റിക് രംഗത്ത് ചൂടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2010 സമി ഡയറക്റ്റ് എന്ന സ്ഥാപനവും ആരംഭിച്ചു. 20ഓളം ഉൽപ്പന്നങ്ങളാണ് കമ്പനി വിപണിയിലെത്തിച്ചത്. The second and the most revolutionary product is BioPerine. ഈ ബ്ലാക്ക് പെപ്പറിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സ്ട്രാക്റ്റാണ്. ബ്ലാക്ക് പെപ്പറിലുള്ള ഒരു ആൽക്കലോയിഡാണത്. അപ്പം നമ്മളിപ്പോൾ ഒരു 100 മില്ലിഗ്രാം വൈറ്റമിൻ സി കഴിച്ചു എന്നിരിക്കട്ടെ. നമ്മൾ വിചാരിക്കുന്നത് 100 മില്ലിഗ്രാം നമ്മൾ കഴിച്ചു, നമുക്കത് കിട്ടി എന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ 80 മില്ലിഗ്രാം നമ്മുടെ ദേഹത്ത് എങ്ങും പോകത്തില്ല, അത് പുറത്തു പോകും. 20 മില്ലിഗ്രാം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേസമയത്ത് ഈ ബ്ലാക്ക് പെപ്പറിൻ്റെ എക്സ്ട്രാക്റ്റ് ഒരു 5 മില്ലിഗ്രാം അതിനകത്ത് ഉപയോഗിച്ചാൽ ഈ 20 മില്ലിഗ്രാം വൈറ്റമിൻ സിക്ക് പകരം നമുക്ക് ഒരു 60 മില്ലിഗ്രാം വൈറ്റമിൻ സി കിട്ടും ബോഡിക്ക്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു ഈറ്റ്, വാട്ട് യു അബ്സോർബ്. നമുക്ക് അബ്സോർബ് ചെയ്യുന്നതാണ് നമുക്ക് ബോഡിക്ക് പ്രയോജനമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാൺസെപ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റ് അമേരിക്കൻസ്, യൂറോപ്യൻസ്, ജാപ്പനീസ് കമ്പനീസ് യൂസ് ഇറ്റ് വിത്ത് ഓൾ ദെയർ ഫോർമുലേഷൻസ്. അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യമാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ഡോക്ടർ മജീദ് പറയുന്നു. ഇതിന് പരിഹാരം തേടി അദ്ദേഹം കർഷകരെ ചേർത്ത് ബദൽ നടപടികൾക്ക് തുടക്കമിട്ടു. ഔഷധ സസ്യങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനായി കർഷകരെ പ്രേരിപ്പിച്ചു. ഇതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ കർഷകരുടെ പിന്തുണയോടെ ഔഷധ സസ്യത്തോട്ടങ്ങൾ ആരംഭിച്ചു. കർഷകർക്ക് മികച്ച വരുമാനം ലഭിച്ചു തുടങ്ങിയതോടെ ഡോക്ടർ മജീദിന്റെ നേതൃത്വത്തിലുള്ള കൃഷി 1000-ലേറെ ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചു. അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് വിപണികളിലാണ് നിലവിൽ മജീദിന്റെ ഉൽപ്പന്നങ്ങൾ ഉള്ളത്. ഉടനെ കേരളത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനും അദ്ദേഹത്തിന് പദ്ധതിയുണ്ട്. ആഗോളതലത്തിൽ ആയുർവേദ രംഗത്ത് ഡോക്ടർ മജീദിന്റേത് ഒരു സവിശേഷ സാന്നിധ്യമാണ്. ആയുർവേദത്തെ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമാകുന്ന രീതിയിൽ കൂടുതൽ ശാസ്ത്രീയമായി അവതരിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ സംഭാവന. അതാണ് ഇന്ന് ആയുർവേദത്തിന്റെ പുരോഗതിക്ക് അത്യാവശ്യവും.